ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള PC ടോക്സ്. അപ്പോൾ നമ്മളിന്ന് ടൈം ടേബിൾ ഇടാൻ കുറച്ച് ലേറ്റായി, കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ ഞാൻ എടുക്കാത്ത സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എപ്പോഴും ഇടുന്നത് നിങ്ങൾക്ക് പറയാറുണ്ടായിരുന്നു. അതിലിടുന്നത് ക്ലിയർ ആവുന്നില്ല പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് അതായത് ഞാനിങ്ങനെ നിങ്ങൾക്ക് എഴുതി കാണിക്കണ ആ പേപ്പറിലാണ് ഇട്ട് തരുന്നത്. അതെന്തോ എനിക്കറിയില്ല എന്താ ക്ലിയർ ആവാത്തതെന്ന്. അത് അല്ലാത്തവരത് കാണാൻ പറ്റാത്തവരാണെങ്കിൽ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ പറയുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ടൈം ടേബിളിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടൈം ടേബിൾ നോക്കാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ടൈം ടേബിള്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് INC നമ്മൾ ഇന്നലെ 3 പഠിച്ചു. അപ്പോൾ ഇന്ന് ബാക്കി 3 പഠിക്കേണ്ടത് കേട്ടോ. അതാണ് നെക്സ്റ്റ് 3 സമ്മേളനം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടുത്ത 3 സമ്മേളനം 3 വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. പിന്നെ കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ ജില്ലകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇടുക്കിയാണ് പഠിക്കാൻ. ഓക്കെ, പിന്നെ ഫിസിക്സ് എടുത്തിട്ടുണ്ട്. ഗുരുത്വാകർഷണമാണ് എടുത്തിട്ടുള്ളത്. ഗുരുത്വാകർഷണത്തിൻ്റെ എല്ലാ ടോപ്പിക്സും പഠിക്കുക കേട്ടോ. ഗുരുത്വാകർഷണത്തിൽ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഗുരുത്വാകർഷണത്തിന് അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, ഓക്കെ, പാലായന പ്രമേയം, പിണ്ഡവും ഭാരവും, ജീവിയുടെ മൂല്യം, പിന്നെ ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീവിയുടെ മൂല്യം, ഇതൊക്കെ പഠിക്കണം. ഓക്കെ, നമ്മുടെ ഫിസിക്സിൽ തന്നെ 1, 2, 3, 8 വരെയുള്ള ടോപ്പിക്സ് ഉണ്ട്. അതിന് സബ് ടോപ്പിക്സ് ആണ് ഈ പറയണതൊക്കെ. അപ്പോൾ അത് പഠിക്കണം കേട്ടോ. ഗുരുത്വാകർഷണം ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് എടുത്ത് നോക്കി കാണാം, ജിയുടെ മൂല്യം വരെയുണ്ട്. ഗുരുത്വാകർഷണം തൊട്ട് ജിയുടെ മൂല്യം വരെയുണ്ട്. അപ്പോൾ അത്രയും പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതിൽ കുറച്ച് ടോപ്പിക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നാളെ മറ്റന്നാൾ നമുക്ക് റിവിഷനാണ്. ഓക്കെ, ഫിസിക്സിലപ്പോൾ ഗുരുത്വാകർഷണമാണ് എടുത്തിട്ടുള്ളത്. മലയാളം ചേർത്ത് എഴുതാനാണ്. ഇത് റിവിഷനാണ്. നമ്മുടേത് പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇത് റിവിഷനാണ്. പിന്നെ ഇംഗ്ലീഷിൽ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നന്നായി പഠിക്കണം. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇഡിയംസും അവരുടെ മീനിങ്സും. ഓക്കെ, പിന്നെ മാത്സിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക കേട്ടോ, ചെയ്ത് പഠിക്കുക മാത്സ്. ഓക്കെ, പിന്നെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അല്ല പഠിക്കാത്ത വരുന്നത്, നമ്മൾ 6 മാസം മുന്നത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ മാസം പഠിച്ച് വരുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടൈം ടേബിൾ. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ പറഞ്ഞാലും അതിൽ ഞാൻ മാറ്റം വരുത്താം. കൂടുതൽ വേണവർക്ക് കൂടുതൽ തരാം, അല്ലെങ്കിൽ കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവ് തരാം. ഇതാണ് മാക്സിമം കുറവ്. കൂടുന്നുണ്ട് പറഞ്ഞിട്ടാണ് എത്ര കുറവ് തരുന്നത്. പിന്നെ നാളെ മറ്റൊന്ന് റിവിഷൻ ആയതുകൊണ്ട് ബാക്കി പെൻഡിങ് ഉള്ള ടോപ്പിക്സ് നമുക്ക് നാളെയും മറ്റന്നാളും ഇരുന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എളുപ്പത്തിലാണ് ഞാൻ എത്ര കുറച്ചിട്ടത്. നമുക്ക് എന്തായാലും പഠിച്ച് തീരുന്ന എക്സാം വരെ നമുക്ക് ടൈം ടേബിൾ വെച്ച് പോകാൻ പറ്റില്ല. അതിന് 2 മാസം മുന്നെങ്കിലും നമുക്ക് നമ്മുടെ ടൈം ടേബിൾ തീർക്കണം. പിന്നെ അത് 2 മാസം നമുക്ക് ഫുള്ള് റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.